നമസ്കാരം. ഇന്നലെ സത്സന്താനത്തിന് വേണ്ടിയിട്ട് സത്സന്താനങ്ങൾ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നത് ചർച്ച ചെയ്തു വരുന്നു. അതിൽ ഗായത്രീം ജപപൂർവ ശൈവഭജനം ബ്രഹ്മാജ വിഷ്ണുർജപം നാഗാരാധന ശ്രാദ്ധകർമ്മകരണം സത്കീർത്തനം സത്കഥാം ഗംഗാസ്നാനം ഉമാമഹേശ്വരവ്രതം സന്താന സൂക്താർച്ചനം വേദബ്രാഹ്മണ ദമ്പതി ചരണ സായുജ്യം ച പുത്രപ്രദം എന്ന ശ്ലോകം വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സർപ്പാരാധന വരെ നാം ചിന്തിച്ചു. ഒന്നുകൂടി സർപ്പാരാധനയെക്കുറിച്ച്. സർപ്പാരാധന എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത്, മനസ്സിനകത്ത് വരുന്നത് അടുത്തുള്ള നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് വരുന്നത്. അതല്ല, സർപ്പങ്ങളുടെ അധിവാസ സ്ഥലം കാവുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക, ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് പല കാവുകളും വെട്ടി നശിപ്പിച്ച് അതിൻ്റെ പുറത്ത് വീടൊക്കെ വെച്ച് താമസിച്ച ശേഷം ആ ദോഷമുണ്ട് ഈ ദോഷമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയാണ് ജനങ്ങൾ. സാധിക്കുന്ന രീതിയിൽ ഇതിനെ ചിന്തിക്കുക. ഇനി നമ്മളുടെ നാട്ടിൻപുറം അല്ല, നമ്മൾ പട്ടണത്തിലാണ്, അവിടെ കാവുകളൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പവുമില്ല, മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക, വൃക്ഷലതാദികൾ പക്ഷിമൃഗാദികൾ ഇവയൊന്നും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇതിനാൽ സിദ്ധമാകുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ സർപ്പാരാധന, ശ്രാദ്ധകർമ്മകരണം. അടുത്തത് ശ്രാദ്ധം. ശ്രദ്ധയാ അനേന ക്രിയത്തെ, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കർമ്മമായതുകൊണ്ട് അതിന് ശ്രാദ്ധം എന്ന് പേര് വന്നു. ഇന്ന് ആ ശ്രാദ്ധം നാം ഉപയോഗിക്കുന്നത് ബലി എന്നുള്ളൊരു വാക്ക് കൊണ്ടാണ് നാം ശ്രാദ്ധത്തെ ചിന്തിക്കുന്നത്. കാരണം ശ്രാദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി മനസ്സിൽ ഒന്നുകൂടി നമുക്കൊന്ന് ഉറപ്പിക്കുവാൻ സാധിക്കും, വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കർമ്മമാണല്ലോ ഇത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ശ്രാദ്ധം അപ്പോൾ അച്ഛനമ്മമാർ മരിച്ചുപോയ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള സംവത്സരം ഓരോ വർഷം തോറും നാം ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതിന്ന് കർക്കിടകവാവ് ബലിയായിട്ട് അത് വളരെയധികം ശോഷിച്ചു പോയിട്ടുണ്ട്. കാരണം അവരവർ മരിച്ച നക്ഷത്ര ദിവസമോ തിഥി ദിവസമോ അതിങ്ങനെ അനുഷ്ഠിച്ച് വരുന്നു. അതെല്ലാം ലോപിച്ച് ഇപ്പോൾ എല്ലാവരും കൂടി കർക്കിടക വാവിന് മാത്രമായിട്ടത് ചുരുങ്ങിയിട്ടുണ്ട്. അതങ്ങനെയല്ല, മരിച്ച ദിവസം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ വർഷവും ആ മാസത്തിൽ ഇന്ന ദിവസം പ്രത്യേകമായിട്ടും ശ്രാദ്ധം നടത്തണം എന്നുള്ളത് ശാസ്ത്രം പറയുന്നു. ബാക്കി അവരവരുടെ ഇഷ്ടമാണ്. അതിനുശേഷം കർക്കിടക വാവായാലും ശരി, ഇനിയിപ്പോൾ ഏത് കറുത്ത വാവായാലും ശരി, അന്ന് നടത്തുന്ന ശ്രാദ്ധങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അതെല്ലാം അഡീഷണലാണ്. എല്ലാ കറുത്ത വാവ് ദിവസവും ഒന്ന് ഓർക്കുക, ഇന്ത്യയിലുള്ള കേരള സംസ്ഥാനം ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദുമതത്തിൽ സനാതനധർമ്മത്തിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് തർപ്പണം ചെയ്യുന്ന പതിവുണ്ട്. ഈ തർപ്പണം നമ്മുടെ നാട്ടിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യം നിന്ന് കഴിഞ്ഞു, ഇനി പറയാനില്ല. അപ്പോൾ അതായത് ശ്രദ്ധ കൊണ്ട് നാം ഇനി ചെയ്യേണ്ട കർമ്മമാണ് ശ്രാദ്ധകർമ്മം. അത് അനുഷ്ഠിക്കുക, പിതൃകർമ്മങ്ങളെല്ലാം തന്നെ അനുഷ്ഠിക്കണം എന്നുള്ള മെസ്സേജ് ശ്രാദ്ധകർമ്മകരണം എന്നുള്ള വാക്കിൽ നിന്ന് സിദ്ധമായി. സത്കീർത്തനം സത്കഥാം എന്ന് പറഞ്ഞു. സത്കീർത്തനം, നല്ല കീർത്തനങ്ങൾ, നല്ല പാട്ട്, ഹരിനാമ കീർത്തനങ്ങളെല്ലാം തന്നെ നാം ചൊല്ലുക. സത്കഥാം, അപ്പോൾ നല്ല കഥകൾ, രാമായണം, മഹാഭാരതം, ഭാഗവതം, ഇതൊക്കെ തന്നെ ശ്രവിക്കുക. ശ്രവണം, മനനം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ ശ്രവിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതെല്ലാം ഒരു സത്കർമ്മമാണ്. മനുഷ്യൻ്റെ മനസ്സിനെ നല്ലതിലേക്ക് ചിന്തിപ്പിക്കുന്ന ആ ഒരു വഴിയിലേക്ക് തോന്നലുകൾ, ഓരോ ചിന്തകളും സത്കർമ്മത്തിലേക്കും നല്ല വഴിയിലേക്കും ധർമ്മത്തിലേക്കും ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് എല്ലാ കർമ്മങ്ങളും സത്കർമ്മമായിട്ട് അനുഷ്ഠിക്കുന്നു. തദ്വാരാ സത്സന്താന ഭാഗ്യം സിദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമാണത്തിൽ ഇങ്ങനെ ഘടിപ്പിക്കുവാൻ സാധിക്കുന്നത്. ഇത് വീണ്ടും ഒരു ലെങ്തി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ എപ്പിസോഡിൽ തീരുമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ച നമുക്ക് ചിന്തിക്കാം. നമസ്കാരം.